നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 99.69% വിജയം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം 100ാം ദിനം പിന്നിട്ടു. പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട്ടാണ് സമരം. കാസർഗോഡ് ജില്ലയിലെ ചികിത്സാ സൗകര്യക്കുറവ് കാരണം അമ്മ മരിച്ചെന്ന പരാതിയുമായി യുവാവ്. ഉദുമ ആറാട്ടുകടവ് സ്വദേശി AK പ്രകാശാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ബദിയടുക്ക ടൗൺ ലോക്കൽ ഓർഗനൈസേഷൻ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ക്ലീൻ ബദിയടുക്ക ഗ്രീൻ ബദിയടുക്ക പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടക്കും. KM മാണി മെമ്മോറിയൽ കാരുണ്യ IAS അക്കാദമിയിലെ മിടുക്കരുടെ ആദ്യ ചുവടുവയ്പിൽ മികച്ച നേട്ടം. ഈ വർഷത്തെ USS പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് മികവ് കൈവരിച്ചത്. കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 99.69% വിജയം. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലും ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലുമാണ്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കി. ഈ വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. 99.69% ഈ വർഷത്തെ SSLC പരീക്ഷാ വിജയം. 4,27,153 വിദ്യാർത്ഥികളിൽ 4,25,563 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയശതമാനം 99.69%. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലും ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലുമാണ്. 2,474 സ്കൂളുകൾ 100 മേനി വിജയം നേടി. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവുമധികം A+ നേടിയിട്ടുള്ളത്. 4,934 പേർ ഇവിടെ മുഴുവൻ A+ നേടി. 892 ഗവൺമെൻറ് സ്കൂളുകൾ 100% വിജയം നേടി. 1,139 എയ്ഡഡ് സ്കൂളുകളും 443 അൺഎയ്ഡഡ് സ്കൂളുകളും 100 മേനി വിജയം നേടി. കാസർഗോഡ് ജില്ലയിൽ 99.64% വിജയം. കാസർഗോഡ് ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതിയ 20,547 വിദ്യാർത്ഥികളിൽ 20,473 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിദ്യാഭ്യാസ ജില്ല തിരിച്ച് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 99.38%, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ 99.97% വിജയം. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 11,505 വിദ്യാർത്ഥികളിൽ 11,434 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയപ്പോൾ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ 9,042 വിദ്യാർത്ഥികളിൽ 9,039 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 137 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 57 പേർ ഫുൾ A+ നേടി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനും 100% വിജയം. 430 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയതിൽ 98 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ കരസ്ഥമാക്കി. ധർമ്മത്തടുക്ക ശ്രീ ദുർഗ പരമേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിനും 100% വിജയം. ഇവിടെ പരീക്ഷ എഴുതിയ 247 കുട്ടികളിൽ 27 പേർ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ കരസ്ഥമാക്കി. സംസ്ഥാനത്ത് THSLC പരീക്ഷയിൽ 2,944 പേർ പരീക്ഷ എഴുതിയതിൽ 2,938 പേർ വിജയിച്ചു. 99.8% വിജയശതമാനം. 534 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. 9 മുതൽ 15 വരെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. മെയ് 28 മുതൽ ജൂൺ 6 വരെയായിരിക്കും സേ പരീക്ഷ. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു.
അടുത്ത വർഷം മുതൽ പരീക്ഷാരീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഓരോ വിഷയത്തിലും 12 മാർക്ക് മിനിമം വേണമെന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ. മാറ്റം ചർച്ച ചെയ്യുവാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം 100ാം ദിനം പിന്നിട്ടു. പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടിൽ കെട്ടിയുള്ള സമരം. 2017 മെഡിക്കൽ ക്യാമ്പിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കാരണമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പരാതി. 2011 ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യം. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിലാണ് ദുരിതബാധിതർ. സമരം 100 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് RDO ഓഫീസ് പിക്കറ്റിംഗ് സംഘടിപ്പിച്ചു. ഈ 2017 മെഡിക്കൽ ക്യാമ്പിന് ശേഷം ഒരു 800ഓളം പേർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ DPM എന്നൊരു ലെറ്ററിൽ സൈനും സീലൊക്കെ വെച്ച് തരും. 6 മാസത്തേക്ക് അത് പുതുക്കണം. ഇന്ന് ആസ്പത്രിയിൽ നിന്നുള്ള ഇത് വെച്ച് തരുന്നതാണ്. അപ്പോൾ ഒരു രോഗിക്ക് പെട്ടെന്ന് വയ്യാതായാൽ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ആസ്പത്രിക്ക് കൊണ്ടുപോകാനല്ല വേണ്ട, ആദ്യം ഇടിക്കുമെന്ന് പുതുക്കണം, എന്നാലേ അവിടെ ചികിത്സ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇവർ ഈ ചികിത്സാ ലിസ്റ്റിൽ എന്തിനുപെടുത്തി ആരെയും അറിയിക്കാതെ എടുത്തിട്ട് ഇപ്പോൾ തീരെ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സയില്ല, ഒന്നുമില്ല, നമുക്ക് ഒരു അനുകൂലം ഇല്ല. എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്തായാലും ഈ സമരത്തിൽ എന്തായാലും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചേ മതിയാവും. പട്ടികയിൽപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ 2017 ലിസ്റ്റിൽ പെടുത്തിയിട്ട് ഒഴിവാക്കിയ 1031 പേരെ തിരിച്ചെടുക്കുക, പിന്നെ മരുന്നും ചികിത്സയും നൽകുക, വിവാദ ഉത്തരവ് പിൻവലിക്കുക, സെൽയോഗം ചെയ്യുക. ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം നിലച്ചു. പെൻഷനും മുടങ്ങിക്കിടക്കുന്നു. ദുരിതബാധിതർക്ക് ആശുപത്രികളിലേക്ക് പോകാനുള്ള സൗജന്യ വാഹനം ഇല്ലാതായിട്ട് മാസങ്ങളായി. 1.5 വർഷത്തോളമായി ചേരാത്ത റെമഡിയേഷൻ സെൽ യോഗം എത്രയും വേഗം വിളിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങുമെന്നും ദുരിതബാധിതർ മുന്നറിയിപ്പ് നൽകുന്നു. യോഗം ഡോക്ടർ D. സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു സമരം നടത്തി പുടിയും തട്ടി പോകാൻ വന്നവരാണോ? അല്ല, മറിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചെയർപേഴ്സൺ MK അജിത അധ്യക്ഷയായി. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി. കൺവീനർ P. ഷൈനി സ്വാഗതം പറഞ്ഞു. സമരസഹായ സമിതി ചെയർമാൻ A. ഹമീദ് ഹാജി, S. രാജീവൻ, K. കൊട്ടൻ, കരീം ചൌക്കി, CD ഹാജി, തമ്പാൻ, മനോജ്, KP സജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ ചികിത്സാ സൗകര്യക്കുറവ് കാരണം അമ്മ മരിച്ചെന്ന പരാതിയുമായി യുവാവ്. ഉദുമ ആറാട്ടുകടവ് സ്വദേശി AK പ്രകാശാണ് അമ്മ PV അംബുജാക്ഷിയുടെ മരണം ചികിത്സാ സൗകര്യക്കുറവ് കാരണമാണെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രകാശ് പറഞ്ഞു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഏപ്രിൽ 9 അംബുജാക്ഷിയുടെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടി രക്തസ്രാവമുണ്ടായി. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സാ സൗകര്യക്കുറവ് കാരണം മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്താൻ 2 മണിക്കൂർ 45 മിനിറ്റ് എടുത്തു. അതിനാൽ പ്രാഥമിക ചികിത്സയും അത്രയും വൈകി. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന അവർ ചൊവ്വാഴ്ച രാവിലെ മരിച്ചു. ജില്ലയിൽ ഇത്തരത്തിൽ അടിയന്തര ചികിത്സാ സൗകര്യത്തിന്റെ അഭാവം കാരണം കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ നിരവധി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രകാശ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ആവശ്യമായ ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതെന്നും AK പ്രകാശ് പറഞ്ഞു. ഈ 2 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ റിലേറ്റഡ് അസുഖത്തെ സംബന്ധിച്ച് വലിയൊരു പീരീഡാണ്. ഞാൻ ഒരുപാട് സീനിയർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവിടെ സംസാരിച്ചു. ഡോക്ടർ സ്കന്ദമൂർത്തി ഈസ് ന്യൂറോ സർജൻ ഇൻ ഫസ്റ്റ് ന്യൂറോ മാംഗ്ലൂർ. അവിടെയായിരുന്നു കഴിഞ്ഞ 26 ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കണ്ടത് അവിടെ ഉള്ളതിൽ 60 to 70% പേഷ്യൻസ് ആർ ഫ്രം ഹിയർ കാസർഗോഡ്. അവിടെ വരുന്നു, ICUയിൽ പോകുന്നു, മാസങ്ങളായിട്ട് കിടക്കുന്നു, 2 ആഴ്ചയായിട്ട് കിടക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഡെത്തായിട്ട് വരുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഒരു എമർജൻസി പ്രൊസീജിയർ വേണം, ദാറ്റ് വിൽ കോസ്റ്റ് അറൗണ്ട് 6 lakhs 8 lakhs എന്നൊക്കെ പറയുന്നു. അവർ ഒന്നും ചെയ്യാനത് മുകളിലോട്ട് കിടക്കുന്നു.
ഞങ്ങൾ കൊണ്ടുപോയിക്കളാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. എല്ലാ ന്യൂറോ കേസുകളിലും നമുക്ക് വേണ്ടത് അടിയന്തരമായിട്ട്, സോ ആസ് പെർ ദ ഡോക്ടർ സ്കന്ദമൂർത്തി ഈസ് എ ന്യൂറോ സർജൻ, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിന് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ പരിക്കുകളോടിട്ട് നമുക്ക് ആ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ ജില്ലയിൽ ഒന്നുമില്ല. സർക്കാർ മേഖല എന്ന് പറയുന്നത് വേസ്റ്റാണ്. എന്തുകൊണ്ട് ഞാൻ ഇന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം കുറേ അമ്മമാർ അല്ലെങ്കിൽ ഓരോ ദിവസം കുറേ അച്ഛന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? 2013 നവംബർ 30 തറക്കല്ലിട്ട മെഡിക്കൽ കോളേജാണ് ഇപ്പോഴും അവിടെ കരാറുകാരന് പൈസ കൊടുക്കാതെ അടഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഉത്തരവാദി? പ്രകാശിനൊപ്പം ശ്രീനാഥ് ശശിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ബദിയടുക്ക ടൗൺ ലോക്കൽ ഓർഗനൈസേഷൻ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ക്ലീൻ ബദിയടുക്ക ഗ്രീൻ ബദിയടുക്ക പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ വിദ്യാനഗറിന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ടൗൺ എന്ന പേരിൽ പുതിയ ലോക്കൽ ഓർഗനൈസേഷന് തുടക്കം കുറിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സോൺ പ്രസിഡന്റ് രജീഷ് ഉദുമ മുഖ്യാതിഥിയായിരിക്കും. മുൻ സോൺ പ്രസിഡന്റ് അബ്ദുൽ മഹറൂഫ് TM മുഖ്യപ്രഭാഷണം നടത്തും. മാലിന്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബദിയടുക്ക ടൗൺ ശുചീകരണവും ടൗണിന്റെ മുഖച്ഛായ മാറ്റാൻ റോഡ് ഡിവൈഡറുകളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ക്ലീൻ ബദിയടുക്ക ഗ്രീൻ ബദിയടുക്ക പദ്ധതിയുടെ ലോഗോ പ്രകാശനം NA നെല്ലിക്കുന്ന് MLA നിർവഹിക്കും. അപ്പോൾ ഈ വർഷം പുതിയതായി ബദിയടുക്ക ടൗൺ എന്ന പേരിൽ പുതിയൊരു ലോക്കൽ ഓർഗനൈസേഷൻ നമ്മളിവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ആ ചീഫ് ഗസ്റ്റ് MLA ആണ്. അതുപോലെ തന്നെ ബദിയടുക്കയിലുള്ള ആരോഗ്യരംഗത്ത്, അതുപോലെ ബിസിനസ് രംഗത്ത്, അങ്ങനെ കാർഷിക മേഖലയിലുള്ള ആളുകളെ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. 10-ാം തീയതി 6:30 മണിക്കാണ് ബദിയടുക്കയിൽ ഈ ഒരു ചടങ്ങ് നടത്താൻ പോകുന്നത്. യതീഷ് ബല്ലാൾ, റംല അഹമ്മദ്, അഹമ്മദ് സാബിദ്, ശരത് കുമാർ, അബ്ദുൾ റഷീദ്, ചന്ദ്രശേഖർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടക്കുന്ന KM മാണി മെമ്മോറിയൽ കാരുണ്യ IAS അക്കാദമിയിലെ മിടുക്കരുടെ ആദ്യ ചുവടുവയ്പിൽ മികച്ച നേട്ടം. ഈ വർഷത്തെ USS പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് മികവ് കൈവരിച്ചത്. ആദ്യ വർഷം USS പരീക്ഷ എഴുതിയ 50 പേരിൽ 21 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായതായി KM മാണി മെമ്മോറിയൽ കാരുണ്യ IAS അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IAS IPS സ്വപ്നം കാണുന്ന തൃക്കരിപ്പൂരിലെയും പരിസര ഗ്രാമങ്ങളിലെയും വിദ്യാർത്ഥികൾക്കായി KM മാണി കാരുണ്യ IAS അക്കാദമിയിൽ നടത്തിവരുന്ന പരിശീലന പദ്ധതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് മികച്ച നേട്ടം കൈവരിക്കാനായത്. സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞതിൽ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ആഹ്ലാദത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളും കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, പെരളം പഞ്ചായത്തിലെയും സ്കൂളുകളിലെ 21 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പ് നേട്ടം കൈവരിച്ചത്. USS നേടിയ വിദ്യാർത്ഥികളെ അക്കാദമി നേതൃത്വത്തിൽ മെയ് 19 രാവിലെ 10 തൃക്കരിപ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദിക്കും. 10 മാസം 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾ പെട്ടിലേക്ക് പോകുകയാണ് ജൂണിൽ. അപ്പോൾ അവരെ തുടർന്ന് ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് ഒരു മിഡ് ലെവൽ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് അവരെ തുടർന്ന് 8ാം ക്ലാസ്സിൻ്റെ സിലബസ് വെച്ചുകൊണ്ട് അവരെ തുടർന്ന് അവരുടെ പരിശീലനം ഇതേപോലെ തന്നെ തുടരുന്നതാണ്. ഒപ്പം ഇപ്പോഴും 7ാം ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നത്, ഇപ്പോൾ 6-ലുള്ളവർ ഈ ജൂണിൽ 7ലേക്ക് വരുന്നവർക്ക് ഒരു സെക്ഷൻ കൂടി ആരംഭിക്കും. അതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമി ചെയർമാൻ MP ജോസഫ്, ഫേസ് ക്യാമ്പസ് പ്രൊജക്ട് മേധാവി M മുഹമ്മദ് മുർഷിദ്, അന്താരാഷ്ട്ര പരിശീലകനും സൈക്കോളജിസ്റ്റുമായ ബഷീർ എടാട്ട്, ഉപദേശക സമിതി അംഗങ്ങളായ KV രാഘവൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് അണങ്കൂർ 9ാം വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാവേരി റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് അണങ്കൂർ 9ാം വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാവേരി റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജിജി തോമസ് അധ്യക്ഷത വഹിച്ചു. ജാൻവി K, രവീന്ദ്രൻ ബന്തെടുക്ക, വിജിത് K എന്നിവർ സംസാരിച്ചു.
കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് സംഭാവനകൾ നൽകിയ ശങ്കരനാരായണ ഭട്ട്, ഉദയൻ കാടകം, രവീന്ദ്രൻ ബന്തെടുക്ക, ജാൻവി കെ, അൻവിത് ഷെട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. സെക്രട്ടറി കിരൺ ചന്ദ്ര സ്വാഗതവും ട്രഷറർ മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം നവീകരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. ബുധനാഴ്ച നടന്ന കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് മല്ലികാർജ്ജുന ക്ഷേത്രത്തിൽ നിന്നായിരുന്നു കലവറ ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്ന് വൈദിക വിധിദാനങ്ങൾ നടന്നു. 7:30 സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം, തുടർന്ന് മഹിളാ സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരയും നൃത്തവൈവിധ്യവും അരങ്ങേറി. വെള്ളിയാഴ്ച പുലർച്ചെ ശ്രീ വിഷ്ണുമൂർത്തി, രക്തേശ്വരി, നാഗകുളിക ദൈവങ്ങളുടെ പ്രതിഷ്ഠ, ശ്രീ അയ്യപ്പസ്വാമിയുടെ വെള്ളി ഛായാചിത്ര പ്രതിഷ്ഠയും നടക്കും. രാവിലെ 10 മണിക്ക് സാമൂഹിക സത്യനാരായണ പൂജ, അരയാൽ വൃക്ഷത്തിന് വിഷ്ണു പൂജ, വൈകുന്നേരം 5 മണിക്ക് ധാർമ്മിക സഭ എന്നിവ നടക്കും. പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ശ്രീ രക്തേശ്വരി അമ്മയുടെ പുറപ്പാട്, 10 മണിക്ക് വിഷ്ണുമൂർത്തി ദൈവത്തിന്റെ പുറപ്പാട് നടക്കും. രാത്രി 8 മണിക്ക് ശ്രീ രാമനാഥ യക്ഷഗാന കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന യക്ഷഗാനം മഹിഷവധത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം SCT സ്കൂൾ ശതാബ്ദി നിറവിൽ. സ്കൂൾ ശതാബ്ദി കമ്മിറ്റിയും സ്കൂൾ തല സബ് കമ്മിറ്റികളും രൂപവൽക്കരിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ശതാബ്ദി ഉദ്ഘാടന ചടങ്ങിന്റെ ശുഭമുഹൂർത്തത്തിൽ സുസജ്ജമായ അനന്ത വായനശാലയും വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി സമർപ്പിച്ച കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു. നഴ്സറി മുതൽ +2 വരെ 2200ഓളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേശ്വരത്തെ ഏറ്റവും വലിയ വിദ്യാലയമാണ് SAT സ്കൂൾ. ഏകദേശം 10 ഏക്കർ സ്ഥലത്ത് പട്ടണത്തിലെ പ്രശസ്തമായ സ്കൂളുകളെ വെല്ലുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഇവിടെ സേവനങ്ങൾ നൽകുന്നത്. സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം 2025 വിപുലമായ പരിപാടികളോടെ നടക്കും. ഈ മാസം മുതൽ വർഷം മുഴുവൻ ഇന്റർ സ്കൂൾ തലത്തിൽ വിവിധ അക്കാദമിക്, സാംസ്കാരിക, കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭകൾക്ക് അവസരമൊരുക്കി ശതാബ്ദി ആഘോഷം 25 അർത്ഥപൂർണമാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ശതാബ്ദി ഉദ്ഘാടന ചടങ്ങിൻ്റെ ശുഭമുഹൂർത്തത്തിൽ സുസജ്ജമായ അനന്ത വായനശാലയും വിദ്യാഭ്യാസ സേവനങ്ങൾക്കായി സമർപ്പിച്ച കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ശ്രീ അനന്തേശ്വര ക്ഷേത്രം പ്രസിഡന്റ് ഗണപതി പൈ ദീപം തെളിയിക്കുകയും ഓഡിയോ CD പ്രകാശനം ചെയ്യുകയും ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ತುಳು ಮನೆಭಾಷೆಯಾಗಿರುವ ಬಹುಸಂಖ್ಯಾತ ಕನ್ನಡಿಗರಿರುವ ಈ ಪ್ರದೇಶ ಕೂಡ ನಾವು ಕೇರಳಕ್ಕೆ ಸೇರಿಸಲ್ಪಟ್ಟೆವು. 1956 ನಂತರ ಕೇರಳದ ಭಾಗವಾಗಿರುವ ಮಂಜೇಶ್ವರ ಪ್ರದೇಶವು ನಮ್ಮ ಭಾರತ ದೇಶದಲ್ಲಿ ಕೇರಳ ದೇಶಕ್ಕೆ ಮಾದರಿಯುತವಾದ ಹಲವಾರು ಸಾಧನೆಗಳನ್ನು ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಶೈಕ್ಷಣಿಕವಾಗಿ ಕೂಡ ಈ ದೇಶಕ್ಕೆ ಮಾದರಿಯಾದ ಒಂದು ಪ್ರಾಂತ್ಯ ಅಂತ ನಮಗೆ ಹೆಮ್ಮೆಯಿಂದ ಹೇಳ್ಬೋದು. സ്കൂൾ ശതാബ്ദി കമ്മിറ്റി പ്രസിഡന്റ് CA സുനിൽ ഭട്ട് അധ്യക്ഷത വഹിച്ചു. കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നന്ദികേശൻ നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശ് V അനന്ത വായനശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
കേരള തുളു അക്കാദമി പ്രസിഡന്റ് KR ജയാനന്ദ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ, കൃഷ്ണമൂർത്തി MS, മഞ്ചേശ്വരം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ജിതേന്ദ്ര SH, വാർഡ് മെമ്പർ സുപ്രിയ ഷേണായി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. മൂന്നാം ഗഡു ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ നിന്നും കവർന്നെടുത്ത ക്ഷാമബത്ത ഉടൻ അനുവദിച്ചു നൽകുക, തടഞ്ഞുവെച്ച കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. ഓരോ ജില്ലയിലും കാര്യമായിട്ട് പ്രസക്തമായ സേവനം നൽകുന്ന ആശുപത്രികൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. അങ്ങനെ ജനങ്ങളുടെ കണ്ണിലെ പൊടിയിടാൻ വേണ്ടിയിട്ട് ആശുപത്രികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ENT ആശുപത്രികളുടെ ENT ക്ലിനിക്കിൻ്റെ ഐ ക്ലിനിക്കിൻ്റെ ഒക്കെ തന്നെ പേരുകളാണ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം കാണാം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ജയഭാനു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. മുത്തുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AV നാരായണൻ മാസ്റ്റർ, അശോക് ബാഡൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. ഈശ്വരറാവു, ദിലീപ് കുമാർ, സവിത ടീച്ചർ, K. ശശികല എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി B. നാഗരാജ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് M. ബാബു നീലേശ്വരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ മഹോത്സവം മെയ് 12, 13 തീയതികളിൽ നടക്കും. പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി കുലകൊത്തൽ ചടങ്ങ് നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് മെയ് 12, 13 തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി കുലകൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. പ്രശസ്ത ശില്പി കനായി കുഞ്ഞിരാമന്റെ വീട്ടിൽ വെച്ച് തറവാട് മൂപ്പൻ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ ഭക്തിയുടെ നിറവിലാണ് ചടങ്ങ് നടന്നത്. പഞ്ചുരുളി വെളിച്ചപ്പാടൻ ചന്ദ്രൻ നാലാം വാതുക്കൽ, ചെയർമാൻ ലക്ഷ്മണൻ, രാജു കരിപ്പാടകൻ, ഭരതൻ കണ്ടത്തിൽ, രതീഷ് അതിയാമ്പൂർ, രാജു പാണത്തൂർ, അനിൽ കല്യാൺറോഡ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം മുക്കോട് കല്ലിങ്കാൽ ശ്രീ പരതാളിയമ്മ ഗുളികൻ ദേവസ്ഥാനം പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് സമാപനമായി. പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പരതാളിയമ്മ ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. രാവണേശ്വരം മുക്കൂട് കല്ലിങ്കാൽ ശ്രീ പരതാളിയമ്മ ഗുളികൻ ദേവസ്ഥാന പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ സമാപന ദിവസം പരതാളിയമ്മ ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് പ്രതിഷ്ഠാ ദിനാഘോഷത്തിൽ പങ്കുചേരുവാനായി ദേവസ്ഥാനത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇത്തവണ 99.69% വിജയം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം 100ാം ദിനം പിന്നിട്ടു. പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട്ടാണ് സമരം. കാസർഗോഡ് ജില്ലയിലെ ചികിത്സാ സൗകര്യക്കുറവ് കാരണം അമ്മ മരിച്ചെന്ന പരാതിയുമായി യുവാവ്. ഉദുമ ആറാട്ടുകടവ് സ്വദേശി AK പ്രകാശാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ബദിയടുക്ക ടൗൺ ലോക്കൽ ഓർഗനൈസേഷൻ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ക്ലീൻ ബദിയടുക്ക ഗ്രീൻ ബദിയടുക്ക പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടക്കും. KM മാണി മെമ്മോറിയൽ കാരുണ്യ IAS അക്കാദമിയിലെ മിടുക്കരുടെ ആദ്യ ചുവടുവയ്പിൽ മികച്ച നേട്ടം. ഈ വർഷത്തെ USS പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് മികവ് കൈവരിച്ചത്.
കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.